Pick data representation, sound data എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. Okay, early computing focused on text-based applications like word processing and spreadsheets. So, olden generations-le നമ്മളുടെ കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് മെയിൻലി ലിമിറ്റഡ് ടു ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, വേർഡ്, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ തുടങ്ങിയ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു മെയിൻലി കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് നമ്മളുടെ ഫയൽസിൻ്റെ നേച്ചറും ടെക്സ്റ്റ് ബേസ്ഡ് ഫയൽസ് ആയിരുന്നു മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടായിരുന്നത്. Okay, today sound and images are equally important due to digital music, photography, streaming videos and online media. Nowadays നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫയൽസ് എന്ന് പറയുന്നത് സൗണ്ടിനും ഇമേജ്, ഫോട്ടോഗ്രാഫി, വീഡിയോ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ആയിട്ടും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇതെല്ലാം നമ്മളുടെ കമ്പ്യൂട്ടിംഗ് യൂണിറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ മൊബൈൽ ഓർ ലാപ്ടോപ്സ്. ഓക്കെ, സോ നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് സൗണ്ട് ഡാറ്റ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. They use binary representation for sound and images just as they do for the text and numbers. So നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ഡാറ്റ ആയാലും നമ്പേഴ്സ് ആയാലും നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ബൈനറി ഡാറ്റ ആയിട്ടാണ്. സോ ഇൻസൈഡ് അവർ കമ്പ്യൂട്ടർ മെമ്മറി ഡാറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ 1010 ഫോർമാറ്റ്. ഓക്കെ, സോ 1010 ഫോർമാറ്റ് തന്നെയാണ്, സെയിം ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സൗണ്ടിനും ഇമേജിനും യൂസ് ചെയ്യാൻ പോകുന്നത്. Sound is analog information, unlike the digital format used to represent the text and numbers. So sound എന്ന് പറയുന്ന അനലോഗ് നേച്ചറാണ്. അനലോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ടൈം ഡൊമൈനിൽ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു സിഗ്നൽ തന്നെയാണ് അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓരോ ഇൻസ്റ്റൻറ്റിലും, ഓരോ 1 സെക്കൻഡിൽ ഒരു ലെവല്, സെക്കൻഡിൽ വേറെ ലെവല്, തേർഡ് സെക്കൻഡിൽ വേറെ ലെവല്, ഇങ്ങനെ ഓരോ ഇൻസ്റ്റൻസിലും അതിൻ്റെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ലെവല് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അതർ എൻഡിലുള്ളത് നമുക്ക് ഡിജിറ്റൽ സിഗ്നലാണ്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് 5 വോൾട്ടേജിൽ അല്ലെങ്കിൽ അത് 0 വോൾട്ടേജ്, ഈ രണ്ട് ലെവലിൽ നമുക്ക് നമ്മുടെ സിഗ്നൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള സിഗ്നൽസിനാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. സോ നമ്മളുടെ ടെക്സ്റ്റും നമ്പറും എല്ലാം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് സിഗ്നൽസ് വരുന്നത് ഡിജിറ്റൽ ഡൊമൈനിലാണെങ്കിൽ, സൗണ്ട് നമുക്ക് സൗണ്ട് ജനറേറ്റിംഗ് കൺവേർട്ടിംഗ് ഡിവൈസിൽ നിന്ന് കിട്ടുന്ന സൗണ്ടിൻ്റെ സിഗ്നൽ നേച്ചർ എന്ന് പറയുന്നത് അനലോഗ് ഡൊമൈനിലാണ്, ടൈമിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു represent the sound informations in computer as easily as that we are doing with our text data. Okay, so analog can take any value within a range, ഒരു പർട്ടിക്കുലർ റേഞ്ച് ടൈമിൽ എടുത്ത് കഴിഞ്ഞാൽ, ടൈം ഡൊമൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ഡൊമൈനിൽ ഏതെങ്കിലും ഒരു വാല്യൂ, സൗണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ആ സൗണ്ട് വേവ് ഉണ്ടാവുക. ഡിജിറ്റൽ ഡാറ്റ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഫിക്സഡ് ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ 5 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ടേജ്. ഇഫ് an analog representation, objects can take on any value. For example, in the case of a sound wave, a tone നമ്മൾ പഠിച്ചിട്ടുണ്ട്. Tone is a sound of single frequency. A sound of single frequency വിളിക്കുന്ന പേരാണ് ടോൺ എന്ന് പറയുന്നത്. സോ ടോൺ ഈസ് എ കണ്ടിന്യൂസ് സെൻസോറിയൽ വേവ് ഫോം ദാറ്റ് വേരീസ് ഇൻ എ റെഗുലർ പീരിയോഡിക് ഫാഷൻ ഓവർ ടൈം. സോ ഇങ്ങനെ ഒരു സൈൻ വേവ് ഉള്ളൊരു അനലോഗ് ഒരു ഓഡിയോ സൗണ്ടാണ് നമ്മൾക്കുള്ളതെന്ന് വിചാരിക്കും, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി. സോ നമുക്കറിയാം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിനൊരു മീൻ ലെവൽ ഉണ്ടായിരിക്കും, ഇതിനെ നമ്മൾ മീൻ ലെവൽ എന്ന് പറയും. മീൻ ലെവലിൽ നിന്ന് ഏതൊരു സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിൽ സ്വിങ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആയിരിക്കും നമ്മുടെ സൗണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിനുള്ളത്. സോ സൗണ്ട് ലൗഡ്നെസ്സിൻ്റെ ഒരു മെഷറായിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൈം ഇൻസ്റ്റൻറ്റിലും ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് ആയിരിക്കും നമുക്ക് സൗണ്ടിന് പറയാൻ പറ്റും. ഓക്കെ, നൗ ഒരു ടോൺ വേറെ ടോണിൽ ഡിഫറൻസ് ചെയ്യുന്നതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയാണ് അല്ലെങ്കിൽ ടൈം പീരിയഡാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ ആ പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള ടൈം ഡ്യൂറേഷനാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. പീക്ക് ടു പീക്ക്, പോസിറ്റീവ് പീക്ക് ടു പോസിറ്റീവ് പീക്ക്, നെഗറ്റീവ് പീക്ക്, ഇതിനൊക്കെ നമുക്ക് ടൈം പീരിയഡ് എന്ന് പറയും. റെസിപ്രോക്കൽ ഓഫ് ടൈം പ്രീമിയം എന്ന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി. ഇതൊക്കെ നമുക്കറിയാവുന്ന ടേംസ് ആണ്. സോ ഓരോ സൗണ്ട് വേവ്സിനും ഓരോ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസിയും ടൈം പീരിയഡ്, അങ്ങനെ അനലോഗ് ഡൊമൈനിൽ വരുന്ന അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ടേംസും നമുക്ക് സൗണ്ട് വേവ് ഉണ്ടാവും. നൗ
ഓൾറെഡി നമ്മൾ പറഞ്ഞു കീ പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ട് വേവ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഹൈറ്റ് ഓഫ് എ വേവ് ദാറ്റ് ഡിറ്റർമിൻസ് ദ ലൗഡ്നെസ്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് എ മെഷർ ഓഫ് ലൗഡ്നെസ്. ഫ്രീക്വൻസി മെഷർഡ് ഇൻ ഹെർട്സ് ഡിറ്റർമിൻസ് പിച്ച്. ഫോർമുല ഫിസിക്കൽ 1/t, ടി ഈസ് ദ വേവ്സ് പീരിയോഡ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഹ്യൂമൻ ഹിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് വരെയാണ്. സോ 20 to 20K വരെയുള്ള സിഗ്നൽ ആയിരിക്കും നമ്മൾ സൗണ്ട് വേവ്സ് ആയിട്ട് വരിക. ഈ സിഗ്നൽസിന് ഓരോ ഫ്രീക്വൻസിക്കും എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Okay, to store a waveform in a computer, the analog signal must first be digitized, that is converted to a digital representation. So നമ്മൾ പറഞ്ഞു അനലോഗ് ഡൊമൈൻ ആണ് നമ്മുടെ സൗണ്ട് വേവ് എന്ന് പറയുന്നത്. സോ ബിഫോർ ബീയിങ് ഫെഡ് ഇൻ ടു അവർ കമ്പ്യൂട്ടർ, ഈ സിഗ്നലിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ഡിജിറ്റൽ ഡൊമൈനിലേക്ക് നമ്മൾ മാറ്റണം. ഡിജിറ്റൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1010 ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനിലാക്കുക എന്ന് പറയുന്നത്. സോ അതിൻ്റെ ടേം എന്ന് പറയുന്ന പേര് ഡിജിറ്റൈസ്ഡ് ആണ്. ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് ടെക്നിക് നോൺ ആസ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അനലോഗ് ഓഡിയോ വേവിനെ ഡിജിറ്റൽ ഓഡിയോ വേവായിട്ട് മാറ്റുന്നത്. ഡിജിറ്റൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ്. അറ്റ് ഫിക്സഡ് ടൈം ഇൻ്റർവൽ. എന്താണ് സാമ്പിളിംഗ്? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ഈസ് മെഷേർഡ് ആൻഡ് സ്റ്റോർഡ് ആസ് ആൻ ഇൻറ്റീജർ വാല്യൂ. ഓക്കെ, സോ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൈൻ വേവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഓരോ പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഒരു സെക്കൻഡിൽ, ഒന്നാമത്തെ സെക്കൻഡിൽ, രണ്ടാമത്തെ സെക്കൻഡിൽ, മൂന്നാമത്തെ സെക്കൻഡിൽ, നാലാമത്തെ സെക്കൻഡിൽ, അഞ്ചാമത്തെ സെക്കൻഡിൽ അതിൻ്റെ സൗണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എ ഡിജിറ്റൽ വാല്യൂ. അതായത് ഒന്നാമത്തെ സെക്കൻഡിൽ 3 വോൾട്ടേജാണ്, രണ്ടാമത്തെ സെക്കൻഡിൽ അത് 4 വോൾട്ടേജാണ്, മൂന്നാമത്തെ സെക്കൻഡിൽ വീണ്ടും അത് 3 വോൾട്ടേജ് ആയിട്ട് മാറി, നാലാമത്തെ സെക്കൻഡിൽ 1.5 വോൾട്ടേജ് ആയിട്ട് മാറി, അഞ്ചാമത്തെ സെക്കൻഡിൽ -2 വോൾട്ടേജ് ആയിട്ട് മാറി. സോ -2 ഉണ്ടെങ്കിൽ നമ്മൾ 0 to 5 നമ്മൾ മാപ്പ് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്യും. അതൊക്കെ വേറെ ടെക്നിക്കാണ്. സോ ഇതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓരോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓരോ ഇൻസ്റ്റൻറ്റിലും 1 സെക്കൻഡിൽ പകരം 0.5 സെക്കൻഡ്സിൽ, 1 സെക്കൻഡിൽ 1.5 സെക്കൻഡ്സിൽ, അല്ലെങ്കിൽ 0.1 സെക്കൻഡ്, 0.2 സെക്കൻഡ്, 0.3 സെക്കൻഡ്, ഇത് നമ്മൾ സൗണ്ടിനെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്ന പീരിയോഡ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, സോ ഓരോ ടൈം ഇൻസ്റ്റൻറ്റിലും നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ ഇൻസ്പെക്ട് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് എത്രയുണ്ട് എന്ന് റെക്കോർഡ് ചെയ്ത് ആ ഡിജിറ്റൽ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഡെസിമൽ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെ ആ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ്. Thus, sampling converts analog sound into digital form by taking amplitude measurements at regular intervals. So, sampling എന്താണ് ചെയ്യുന്നത്? അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. അതിൽ ചെയ്യുന്ന പ്രോസസ്സ് ടേക്കിംഗ് ആംപ്ലിറ്റ്യൂഡ് മെഷർമെൻറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും പോയിട്ട് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് എന്ന് മെഷർ ചെയ്ത് അത് റെക്കോർഡാക്കി വെക്കുന്ന പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. The wave is thus represented in the computer in digital form as a sequence of sampled numerical amplitude. So, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻസ് T1 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് 3, T2 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് 7, T3ലും ഓൾമോസ്റ്റ് 7, T4ൽ 5, T5ൽ 0, T6ൽ -3, then -6, T7ൽ -8, T8ൽ -6, ഇങ്ങനെ ഡിഫറെൻ്റ് ഓരോരോ ഇൻസ്റ്റൻറ്റിലും ആ പ്രസൻറ്റ് ടൈമിലുള്ള ഈ ആംപ്ലിറ്റ്യൂഡിനെ മാത്രം മെഷർ ചെയ്ത് ആ റെക്കോർഡ് 3, 7, 7, 5, 0, -3, -6 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. The signal can now be stored inside the computer as a series of signed integer values where each numerical value is encoded in binary before storing. So 3 ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എത്ര ബിറ്റിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതിൻ്റെ ബിറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഓഡിയോ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ബിറ്റ് പെർ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഓരോ ആംപ്ലിറ്റ്യൂഡിന് ഇത്ര ബിറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 8 ബിറ്റ് ആണെങ്കിൽ 3 നമ്മൾ ഇങ്ങനെ 00 ലാസ്റ്റ് 11 റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, 7ലാണെങ്കിൽ 00 പോയിട്ട് 1111. ഓക്കെ, സോ ഒരു 8 ബിറ്റ് റെപ്രസെൻറ്റേഷനിൽ വരുമ്പോൾ 3യെ 8 ബിറ്റിൽ 3 റെപ്രസെൻറ്റ് ചെയ്യും, 7 റെപ്രസെൻറ്റ് ചെയ്യും. സൈൻഡ് നൊട്ടേഷൻ ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൈൻഡ് നൊട്ടേഷൻസ് ഉപയോഗിച്ച് ഓരോ സാമ്പിൾഡ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസിനെയും ബൈനറിയിലേക്ക് മാറ്റിയതിന് ശേഷം ആ ബൈനറി വാല്യൂ ആണ് ഫൈനലി കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതും കമ്പ്യൂട്ടറിൽ നമ്മൾ CPU പ്രോസസ്സ് ചെയ്യുന്നതും. ഓക്കെ, ഫ്രം ദീസ് സ്റ്റോർഡ് ഡിജിറ്റൈസ്ഡ് വാല്യൂ, ഈ ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ 37750 ഇതിൻ്റെ കംപ്ലീറ്റ് ബൈനറി വാല്യൂ സീക്വൻസസ് ആണ്. സോ നമ്മൾ മെമ്മറിയിൽ നിന്ന് ഓഡിയോ ഡാറ്റ പ്ലേ ചെയ്യുന്ന സമയത്ത് ബൈനറി സീക്വൻസ് റീഡ് ചെയ്യും. ബൈനറി സീക്വൻസിന് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ആയിട്ട്
കൺവേർട്ട് ചെയ്യും. ആ ഡെസിമൽ വാല്യൂവിനെ നമ്മൾ തിരിച്ച് അനലോഗ് സിഗ്നലായിട്ട് മാറ്റും. സോ ആദ്യത്തെ ഇൻസ്റ്റൻറ്റിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ 3 വോൾട്ടേജ് ഉള്ള ഒരു പൾസ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ 3 വോൾട്ടേജ് ഉള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് 3 വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമത്തെ സെക്കൻഡിൽ 5 വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഈ ഇൻസ്റ്റൻറ്റിൽ 5 വോൾട്ടേജ് വന്നത് ഈ അപ്രോക്സിമേറ്റ് ഇങ്ങനെയുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആക്ച്വൽ സിഗ്നൽ വാസ് ഗോയിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു അപ്രോക്സിമേഷനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ 3 വോൾട്ടേജ്, അടുത്ത ഇൻസ്റ്റൻറ്റിൽ 7 വോൾട്ടേജ്. സോ നമ്മൾ ഒറിജിനൽ സിഗ്നൽസിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നെങ്കിൽ അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ സിഗ്നൽ ഇങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് സിഗ്നലായിട്ട് മാറും. ഓക്കെ, സോ ഈ ആക്ച്വൽ സിഗ്നൽസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് സിമിലർ ടു ഒറിജിനൽ സിഗ്നൽ ആക്കിയിട്ട് നമുക്ക് സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് റീപ്രൊഡക്ഷൻ ടെക്നിക്സ്. സോ ഇറ്റ് വുഡ് ഫസ്റ്റ് ജനറേറ്റ് an amplitude level of 3, then an amplitude level of 7, then amplitude level of 7 and so on. സോ നമ്മൾ റീഡ് ചെയ്തിരിക്കുന്ന ബൈനറി സീക്വൻസ് അനുസരിച്ച് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്ത് ഡെസിമൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു അനലോഗ് വാല്യൂസ്, സീരീസ് ഓഫ് അനലോഗ് വാല്യൂസ് ആയിട്ട് നമ്മൾ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. സോ അതിന് നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് അനലോഗ് വാല്യൂ ആക്കി തിരിച്ച് കൺവേർട്ട് ചെയ്ത് സ്പീക്കറിൽ അല്ലെങ്കിൽ സൗണ്ട് റീപ്രൊഡ്യൂസിങ് ഡിവൈസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ സൗണ്ട് വേവിന് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Okay, these values would be sent to a sound generating device such as a stereo speakers, which could produce the actual sound based on the numerical values received. The accuracy of digitized sound depends on. സോ നമ്മൾ ഇങ്ങനെ സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി റെക്കോർഡ് ചെയ്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ സാമ്പിളിംഗ് റേറ്റ്. നമ്മൾ ഈ ഒറിജിനൽ സിഗ്നൽസിനെ സാമ്പിൾ ചെയ്യുന്ന റേറ്റ് ഇങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസിലാണോ ഒരുപാട് ഡിഫറൻസിലാണോ സാമ്പിൾ ചെയ്യുന്നത്, അതോ ക്ലോസ് ഇൻ്റർവെല്ലിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ്. ക്ലോസ് ഇൻ്റർവെൽ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 സാമ്പിൾസ് പെർ സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ സൗണ്ട് വേവ് പോകുന്നത്. 1 സെക്കൻഡായി, രണ്ടാമത്തെ സെക്കൻഡ് ഇവിടെ, മൂന്നാമത്തെ സെക്കൻഡ് നമ്മൾ ഇവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒറിജിനൽ സൗണ്ട് വേവിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ സെക്കൻഡിലെ വേവ് ഇവിടെ, രണ്ടാമത്തെ സെക്കൻഡിലെ വേവ് ഇവിടെ, മൂന്നാമത്തെ സെക്കൻഡിലെ വേവ് ഇവിടെ. സോ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. റീപ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടും ഒറിജിനൽ സിഗ്നൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. സോ ഒറിജിനൽ സിഗ്നൽ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിളിംഗ് പീരിയോഡ് കുറയ്ക്കണം, ടൈം ഇൻ്റർവെൽ മാറ്റണം. സോ വേറെ സെക്കൻഡിലേക്ക് കൊണ്ടുവന്നു നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ടൈം പീരീഡ് കുറച്ചുകൊണ്ട്, സാമ്പിളിംഗ് ടൈം പീരീഡ് കുറച്ചുകൊണ്ട് നമുക്ക് ഒറിജിനൽ സിഗ്നൽസിനെ പെർഫെക്റ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ആ സാമ്പിൾ റേറ്റ് അത് ഒറിജിനൽ ക്വാളിറ്റി സൗണ്ടിനെ ഡിസൈഡ് ചെയ്യുന്നു. സോ മെഷർ ഹൗ മെനി ടൈംസ് പെർ സെക്കൻഡ് വി സാമ്പിൾ ദ ആംപ്ലിറ്റ്യൂഡ്. സോ 2 സാമ്പിൾസ് പെർ സെക്കൻഡിനേക്കാൾ നല്ല പെർഫോമൻസ് ആയിരിക്കും 3 സാമ്പിൾസ് പെർ സെക്കൻഡ്. അതിനേക്കാൾ നല്ല പെർഫോമൻസ് ആയിരിക്കും 10 സാമ്പിൾസ് പെർ സെക്കൻഡ്. സോ വാട്ട് ഇസ് ദ ഡിസഡ്വാൻറ്റേജ്? 2 സാമ്പിൾസ് പെർ സെക്കൻഡ് നമുക്ക് 2 ഡേറ്റയെ സ്റ്റോർ ചെയ്താൽ മതി. 3 സാമ്പിൾസ് പെർ സെക്കൻഡിലെ ഓരോ സെക്കൻഡ്സിലും നമുക്ക് 3 ഡേറ്റയെ സ്റ്റോർ ചെയ്യേണ്ടി വരും. 10 സാമ്പിൾസ് പെർ സെക്കൻഡ് വരുമ്പോൾ ഓരോ സെക്കൻഡിലും കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾക്ക് 10 സാമ്പിൾസ് സ്റ്റോർ ചെയ്യേണ്ടി വരും. അതായത് ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി, ഫയലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, മെമ്മറി കൺസംഷൻ കൂടും, സാമ്പിളിംഗ് റേറ്റ് ബിയോണ്ട് ലിമിറ്റ് കൂടുന്നതനുസരിച്ച്. ഓക്കെ, അതുപോലെ തന്നെ ബിറ്റ് ഡെപ്ത്, ദ നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ടു എൻകോഡ് ഈച്ച് സാമ്പിൾ. നമ്മൾ 3 എന്നും 5 എന്നും 10 എന്നും നമ്മൾ ആംപ്ലിറ്റ്യൂഡ്സ് മെഷർ ചെയ്യുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡിജിറ്റൽ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ 8 ബിറ്റിലേക്ക് സ്റ്റോർ ചെയ്യണോ? 8 ബിറ്റിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് 256 ലെവൽസേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. 0 to 256 ലെവൽസ്, അത്രയും ലെവൽസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മേളിലേക്ക് ഒരു സാമ്പിളിംഗ് ലെവൽസോ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലെവൽസോ വന്നു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ലെവൽസിനെ നമുക്ക് കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റില്ല. ബിറ്റ് ഡെപ്ത് 8 ബിറ്റാണ്. സോ സൊല്യൂഷൻ ഈസ് ഇൻക്രീസ് ദ ബിറ്റ് ഡെപ്ത്. ബിറ്റ് ഡെപ്ത് 10 നിന്ന് 16 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 256 ലെവൽസിന് പകരം നമുക്ക് 65,536 ലെവൽസിനെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒറിജിനൽ സിഗ്നൽസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളുടെ ആ റീപ്രൊഡക്ഷൻ എറർ കുറയ്ക്കാൻ പറ്റും. ഇത് 3 ലെവലുള്ള കേസിൽ എങ്ങനെയാണ്, അത് 5 ലെവലായിട്ട് മാറുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സിഗ്നൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബിറ്റ് ഡെപ്ത് എന്ന് പറയുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ടു എൻകോഡ് ഈച്ച് സാമ്പിൾ. ഓക്കെ, സോ അതാണ് നമ്മളുടെ സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ആൻഡ് റീപ്രൊഡക്ഷൻ. സോ നമ്മൾ ബിറ്റ് ഡെപ്ത് ഉപയോഗിച്ചിട്ടാണ് സൗണ്ടിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇഫ് യു യൂസ് ആൻ ആസ്കി n-bit character code for encoding, ASCII or n-bit recording, n-bit encoding for audio data encoding, we can handle 256 unique values.
ഓക്കെ, അപ്പോൾ നമ്മൾ ആസ്കി വഴി നമ്മൾ പഠിച്ച ആസ്കി കോഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം 256 യുണീക്ക് ലെവൽസ് ഓഡിയോ സൗണ്ട് ഇങ്ങനെ സ്വിങ് ചെയ്യുന്നത് ലെവൽസ് നമുക്ക് ഇങ്ങനെ ടോട്ടൽ ടു മുകളിലേക്ക് 128 ലെവൽസിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, താഴേക്ക് 128 ലെവൽസിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ദർ ഈസ് എ ലിമിറ്റേഷൻ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ്. ഓക്കെ, ഇവിടെ 0.02 മില്ലി വോൾട്ട്, ഇവിടെ 0.04 മില്ലി വോൾട്ട്. അപ്പോൾ 0.2 ആണെങ്കിൽ ഒരു മാപ്പിംഗ്, 0.4 ആണെങ്കിൽ വേറൊരു മാപ്പിംഗ്. വാട്ട് അബൌട്ട് 0.03? ഓക്കെ, സോ അപ്പോൾ നമുക്ക് ബിറ്റ് ലെവൽ കൂട്ടിയാൽ മാത്രമേ 0.03 മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ 0.2ൽ ക്ലോസ് ആണെങ്കിൽ 2ലേക്ക് റൗണ്ട് ചെയ്യും, 0.4ന് ക്ലോസ് ആണെങ്കിൽ 4ലേക്ക് റൗണ്ട് ചെയ്യും. സോ 0.031 ആണെങ്കിൽ 4ലേക്ക് മാപ്പ് ചെയ്യും. സോ 0.03 മില്ലി വോൾട്ടേജ് എന്ന് പറയുന്ന മില്ലി വോൾട്ടേജ് either it will map into 0.02 മില്ലി വോൾട്ടേജ് or 0.04 മില്ലി വോൾട്ടേജ്. സോ നമ്മൾ ബിറ്റ് ലെവൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.02 മില്ലി വോൾട്ടിന് ഒരു ലെവൽ കൊടുക്കാൻ പറ്റും, 0.03ക്ക് ഒരു വേറൊരു മില്ലി വോൾട്ടേജ് ഒരു ലെവൽ കൊടുക്കാൻ പറ്റും, 0.04ന് വേറൊരു മില്ലി വോൾട്ടേജ് വേറൊരു വോൾട്ടേജ് ലെവൽ കൊടുക്കാൻ പറ്റും. സോ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.4 വോൾട്ടേജിനെയും 0.03 മില്ലി വോൾട്ടേജിനെയും 0.02 മില്ലി വോൾട്ടിനെ റീപ്രൊഡ്യൂസ് ചെയ്ത് പെർഫെക്റ്റ് ആയ സൈൻ വേവ് അല്ലെങ്കിൽ സൗണ്ട് വേവ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് or encoding the audio data, that is also important for deciding the audio quality. ദെൻ യുണീക്ക് കോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം യുണീക്ക് കോഡിന് മിനിമം നമുക്ക് 16 ബിറ്റ്സ് ഉണ്ട്. 16 യുണീക്ക് കോഡ് ഉപയോഗിച്ച് നമ്മൾ ഓഡിയോ വേവിനെ എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 65,536 ആണ്. അറൗണ്ട് 65,000 സിമ്പിൾസ്, അത് അത്രയും ലെവൽസിന് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇൻക്രീസിങ് നമ്പർ ഓഫ് സിമ്പിൾസ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ്. സോ നമ്മൾ സാമ്പിളിംഗ് റേറ്റ് കൂട്ടിയാലും ബിറ്റ് റേറ്റ് കൂട്ടിയാലും അൾട്ടിമേറ്റ് സംഭവിക്കാൻ പോകുന്നത് നമ്മളുടെ മെമ്മറി റിക്വയർമെൻറ്റ് ഇൻക്രീസ് ചെയ്യണം. മെമ്മറി റിക്വയർ 8 ബിറ്റിന് പകരം 16 ബിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഓരോ ലെവലും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ബൈറ്റ്സ് ഓഫ് ഡാറ്റ വേണം. സോ ഓൾമോസ്റ്റ് ഡബിൾ മെമ്മറി വേണ്ടി വരും. സോ സാമ്പിളിംഗ് റേറ്റ് കൂട്ടുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്, ബിറ്റ് റേറ്റ് കൂട്ടുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. രണ്ടിൻ്റെ ക്വാളിറ്റിയും മെമ്മറി കപ്പാസിറ്റിയും കൂടി കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ട് ഫാക്ടേഴ്സ് തീരുമാനിക്കുക. So most audio encoding schemes today use either 16 or 24 bits per sample level. So നമ്മൾ ഇന്നത്തെ എൻജോയ് ചെയ്യുന്ന ഓഡിയോ സൗണ്ട്സ് എല്ലാം, സൗണ്ട് സിഗ്നൽസ് എല്ലാം, സൗണ്ട് ഫയൽസ് എല്ലാം സാമ്പിൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബിറ്റ് ലെവൽ 16 മുതൽ 16 or 24 ബിറ്റ്സ് പെർ സാമ്പിൾ ആണ്. അലോവിങ് ഫോർ either 65,000 or 16 ഈ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് ആണ്. 24 ആകുമ്പോൾ 2⁻²4 ലെവൽസ് വരും. ഏകദേശം ഈ ഒരു ഫിഗർ നമുക്ക് അത്രയും ഡിസ്റ്റിങ്ക്റ്റ് ലെവൽസ് കമ്പ്യൂട്ടറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. So there are many audio encoding formats. AAC എന്ന് പറയുന്ന ഓഡിയോ ഫോർമാറ്റ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഓഡിയോ കോഡിംഗ്. ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഓഡിയോ ഫോർമാറ്റ് ഫോർ ആപ്പിൾസ്, ഐഫോൺസ് ആൻഡ് ഐപാഡ്. ആപ്പിൾസിൻ്റെ യൂസ് ചെയ്യുന്ന ആപ്പിൾ ഡിവൈസ്, മാക് ഡിവൈസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓഡിയോ ക്വാളിറ്റി, ഒരു ഓഡിയോ എൻകോഡിംഗ് ആണ് AAC എന്ന് പറയുന്ന ഓഡിയോ എൻകോഡിംഗ്. അവരുടെ ഒരു എൻകോഡിംഗ് ടെക്നിക്കാണ്. നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ്, മെമ്മറി റിക്വയർമെൻ്റ് ഒക്കെ കോംപ്രമൈസ് ചെയ്ത്, ക്വാളിറ്റി കോംപ്രമൈസ് ഒക്കെ ചെയ്ത് ഒരു ലെവൽ ഒരു സാമ്പിൾ റേറ്റും ബിറ്റ്സ് പെർ സെക്കൻഡും അവർ അല്ലെങ്കിൽ ബിറ്റ്സ് പെർ ക്യാരക്ടറും അവർ ഫോർമാറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് AAC എന്ന് പറയുന്ന ഫോർമാറ്റ്. അതുപോലെ വേറൊരു ഓഡിയോ ഫോർമാറ്റാണ് WMA, വിൻഡോസ് മീഡിയ ഓഡിയോ. നമ്മൾ വിൻഡോസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓഡിയോ സ്റ്റാൻഡേർഡാണ് WMA എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു സ്റ്റാൻഡേർഡാണ് WAV, വേവ് ഫയൽസ് എന്ന് പറയും. സോ വേവ് ഫോം ഓഡിയോ ഫയൽ ഫോർമാറ്റ്. സോ നമ്മൾ ഒരു വേവ് ഫയൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ ആ വേവ് ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിയിട്ടാണ് ഇത് ഏത് എൻകോഡർ ഉപയോഗിച്ചിട്ടാണ് ആ ഓഡിയോ നമ്മൾ ക്വാളിറ്റി, ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ, ഡെസിമൽ വാല്യൂവിനെ കറസ്പോണ്ടിങ് ആയിട്ട് എൻകോഡ് ചെയ്തിരിക്കുന്ന ബിറ്റ്സ് എത്രയുണ്ട്, എൻകോഡിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതൊക്കെ ഈ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതുപോലെ വേറൊരു സ്റ്റാൻഡേർഡാണ് മിഡി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ഒറിജിനൽ ഓഡിയോ വേവ്സ് എൻകോഡ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഓഡിയോ എൻകോഡിംഗ് ടെക്നിക്സ് ആണ് AAC, WMA, WAV, MIDI എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. Then another widely used digital audio format is MP3, which samples sound signals at the rate of 44,100 samples per second, 44.1 kilo സാമ്പിൾസ് പെർ സെക്കൻഡ്സിലാണ് ആൻഡ് 16 ബിറ്റ്സ് പെർ സാമ്പിൾസ്. സോ നമുക്ക് 44 ഇത് നമുക്ക് നമ്മളുടെ എൻകോഡിങ് ചെയ്യുന്ന സമയത്ത് മാറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ ബിറ്റ്സ് പെർ സാമ്പിൾസ് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വേരി ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് സൈസുള്ള ഓഡിയോ ക്വാളിറ്റി, ഓഡിയോ ഫയൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് കേട്ടതിന് ശേഷം അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് വേണമെങ്കിൽ ഡിഫറെൻറ്റ് സൈസിലേക്കുള്ള ഫയൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ MP3 എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ സൗണ്ട് വേവ് അല്ല. അതിൻ്റെ എൻകോഡിംഗ് എന്ന് പറയുന്ന ഒരു കംപ്രഷൻ
ബേസ്ഡ് ആണ്. സോ ഒരു 10 MB ഉള്ള ഒരു ഓഡിയോ ഫയൽസിന് 3 MB ഒക്കെ ആയിട്ട് കുറച്ച് ക്വാളിറ്റി അല്പം കോംപ്രമൈസ് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് MP3 എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള MPEG-1 എന്ന് പറയുന്ന ഒരു കംപ്രഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ 10 MB ഫയലിനെ 3 MB ഫയലൊക്കെ ആക്കി മാറ്റി ഓഡിയോയിൽ വളരെയധികം കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഫയൽസ് അല്ലെങ്കിൽ മെമ്മറി റിക്വയർമെൻറ്റ്സ് സേവ് ചെയ്യുന്ന ഒരു ഓഡിയോ ഫോർമാറ്റ് ടെക്നിക്കാണ് MP3. Okay, so images are analog data. So that's about the നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ സംബന്ധിച്ച് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ഇമേജ് ഡാറ്റ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ ഇമേജസ് ആർ അനലോഗ് ഡാറ്റ ബട്ട് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ബൈനറി ഫോർമാറ്റ്. സോ ഇമേജിലേക്ക് ഇപ്പോൾ സൗണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സൗണ്ട് ആയാലും അനലോഗ് ഡാറ്റയാണ്. നമ്മൾ അനലോഗിനെ ഡിജിറ്റൈസ് ചെയ്ത് ഡിജിറ്റൽ വാല്യൂസിനെ ബൈനറി ആക്കി ആ ബൈനറി വാല്യൂവിനെ ഡയറക്റ്റ് എൻകോഡ് ചെയ്യും അല്ലെങ്കിൽ കംപ്രസ് ചെയ്യും. അങ്ങനെ ഡയറക്റ്റ് ഓഡിയോ വേവ്സിനെ അല്ലെങ്കിൽ കംപ്രസ്ഡ് ഓഡിയോ വേവ്സിനെ ആക്കിയിട്ട് ബൈനറി ഫോർമാറ്റിലാക്കിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇമേജസും അനലോഗ് ഡാറ്റയാണ്. അനലോഗ് ഡാറ്റയെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റ് ആക്കി കമ്പ്യൂട്ടറിനകത്ത് ബൈനറി ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ an image is a continuous set of intensity and color values that can be digitized by a sampling process called scanning. ഓക്കെ, സോ സാമ്പിളിംഗ് ആയിരുന്നു നമ്മൾ ഓഡിയോ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സാമ്പിളിംഗ് പ്രോസസ്സ് നമ്മൾ ഇമേജ് ഡേറ്റയിലും യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. സോ സ്കാനിങ് കൺസിസ്റ്റ് ഓഫ് മെഷറിംഗ് ദ ഇൻറ്റൻസിറ്റി വാല്യൂസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ലൊക്കേറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് അക്രോസ് ഇമേജ് സർഫസ്. സോ സ്കാനിങ് എന്ന് പറയുന്നത് മെഷറിംഗ് ദ ഇൻറ്റൻസിറ്റി വാല്യൂസ് അറ്റ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. നമുക്കൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫ്രെയിമിലായിരിക്കും. സോ ഡിഫറെൻറ്റ് കളറും ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഇമേജ് ഡേറ്റയിൽ ഉണ്ടാവുക. സോ നമ്മൾ ടെലിവിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചതുപോലെ കളർ സിഗ്നൽസിൽ പഠിച്ചതുപോലെ ഓരോ ഇൻറ്റൻസിറ്റി ലെവൽസിൽ ഓരോ പൊസിഷനിലുള്ള ഇൻറ്റൻസിറ്റി ലെവൽസ് നമ്മൾ വന്ന് റീഡ് ചെയ്യും. ആ ഇൻറ്റൻസിറ്റിയിൽ ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കും, കളർ ഇൻഫർമേഷൻസ് ഉണ്ടാകും. ഈ കളർ ഇൻഫർമേഷൻസും ബ്രൈറ്റ്നസ്സും കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പിക്സൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പിക്സൽ നമുക്കറിയാം, ബേസിക് ആയിട്ടൊരു പിക്ചർ യൂണിറ്റ് ആണ് പിക്സൽ എന്ന് പറയുന്നത്. ഈ പിക്സലിലെ കളർ ഇൻഫർമേഷനും ബ്രൈറ്റ്നസ് ഇൻഫർമേഷനും നമ്മൾ അനലോഗ് മെത്തേഡ് ഉപയോഗിച്ച് മെഷർ ചെയ്ത് ആ മെഷർ ചെയ്തതിൻ്റെ വാല്യൂ ഡിജിറ്റലിലേക്ക് മാറ്റി ആ ഡിജിറ്റൽ വാല്യൂ ആണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്. So these pixels are called pixels. These points are called pixels, short for picture elements. And the more pixels are used, the more accurate the encoding of the image. So നമ്മൾ ഇതുപോലെ ഒരു ഫ്രെയിമിനെ ഇമേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലാക്കി നമ്മൾ കമ്പ്യൂട്ടറിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ സംഭവിക്കുന്ന ടെക്നിക്കാണ്. ചെറിയൊരു യൂണിറ്റിൽ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓരോ പോയിന്റിലുമുള്ള കളർ ഇൻഫർമേഷൻസും പിക്സൽ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ എല്ലാം നമ്മൾ റീഡ് ചെയ്യും 1 by 1. ഓരോ ലൊക്കേഷനിലും എന്താണ് ഇൻറ്റൻസിറ്റി, എന്താണ് അവിടുത്തെ കളർ ഡാറ്റ, അതെല്ലാം നമ്മൾ അനലോഗിൽ റീഡ് ചെയ്ത് ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലിനെ ബൈനറി ആക്കിയിട്ട് ആ ബൈനറി ഡാറ്റയെ നമ്മളുടെ മെമ്മറിക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 101011 എന്ന് പറയുന്ന ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഇമേജ് റെപ്രസെൻറ്റേഷൻസ് ഇൻസൈഡ് അവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടെക്നിക്ക്. സോ സിമ്പിൾ വേ ടു സ്റ്റോർ ആൻ ഇമേജ് ഈസ് ബൈ യൂസിങ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെപ്രസെൻറ്റേഷൻ. സോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ഇമേജ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻഫർമേഷൻസ് ആണ്. അതായത് ബ്ലാക്ക് ആൻഡ് ഇൻറ്റൻസിറ്റി either 0 level or a 1 level. So black level or a white level. Okay, so നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈച്ച് പിക്സൽ ഈസ് either at black or a white. Sorry, say 0 and here 1. So അല്ലെങ്കിൽ തിരിച്ചു ആകാം, that depends upon the technique. സോ നമ്മൾ ഇതുപോലെ 2 ലെവൽസിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ഇമേജിനെ പിക്സൽസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് സോ ഈ സ്പോട്ടിൽ ഒരു ഇമേജ് എടുത്ത് കഴിഞ്ഞാൽ ഈ സ്പോട്ടിൽ വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ, ഇവിടെ ബ്ലാക്ക് ഇവിടെ വൈറ്റ് ഓർ ബ്ലാക്ക് വൈറ്റ്. ഓക്കെ, ഓരോ പൊസിഷൻസിലും ബ്ലാക്ക് ഓർ വൈറ്റ് കൊണ്ട് നമ്മൾ ഇലൂമിനേറ്റ് ചെയ്ത് ഒറിജിനൽ ഇമേജ് ഡാറ്റയെ നമുക്ക് ഇമേജ് ഇൻഫർമേഷൻ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അതാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇംപ്രൂവ് ദ വിഷ്വൽ ക്വാളിറ്റി. ഇമേജസ് ക്യാൻ ബി സ്റ്റോർഡ് യൂസിങ് എ ഗ്രേ സ്കെയിൽ റെപ്രസെൻറ്റേഷൻ. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെപ്രസെൻറ്റേഷനിൽ 2 ലെവലേ ഉള്ളൂ, ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. ഓക്കെ, സോ 2 ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ഫ്രെയിമിൽ വൈറ്റിൽ സുധീർ എന്ന് പറയുന്ന ഈ ഒരു ഇമേജ് കാണിക്കാനായിട്ട് കംപ്ലീറ്റ് വൈറ്റ് ഇൻഫർമേഷൻ വൈറ്റ് പിക്സൽ ആയിരിക്കും. ഇവിടെ മാത്രം നമ്മൾ ബ്ലാക്ക് പിക്സൽ കൊടുക്കും.
ഓക്കെ, സോ നമുക്ക് വൈറ്റിൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡിങ് കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ രണ്ട് ഇതേ ഉള്ളൂ. ഇപ്പോൾ ഒരു കംഫർട്ട് ബീച്ച് കാണുന്ന റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സംബന്ധിച്ച് ഒരു കംഫർട്ട് ലെവൽ കൊണ്ടുവരണമെങ്കിൽ അതിന് ഗ്രേ സ്കെയിൽ കൺവേർഷൻ ചെയ്യും. സോ ഗ്രേ സ്കെയിൽ കൺവേർഷൻ ചെയ്യുമ്പോൾ 0 to black റെപ്രസെൻറ്റേഷൻ, വൈറ്റ് 0 to വൈറ്റ് റെപ്രസെൻറ്റേഷനിൽ ഇത് 0 ആണ്. ഇത് 2 ലെവലിന് പകരം ഡിഫറെൻറ്റ് ലെവൽസിലേക്കാണ്, 8 ലെവൽസിലേക്ക്. സോ ഈ ഇൻറ്റൻസിറ്റി, ബ്ലാക്കിൻ്റെ തന്നെ ഇൻറ്റൻസിറ്റി ഡിഫറെൻറ്റ് ലെവൽസിൽ കൊണ്ടുവന്ന് ഒരു 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 കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമുക്ക് കാണിക്കാൻ പറ്റും. കുറച്ചുകൂടി സ്മൂത്ത്നെസ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കാണിക്കാൻ പറ്റും. ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഗ്രേ സ്കെയിൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ 3-bit ഗ്രേ സ്കെയിൽ അലൗസ് 8 ഷെയ്ഡ്സ്, അതായത് 0-ക്കും 1-നും ഇടയ്ക്ക് 8 ലെവൽസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, 8 ടൈപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് മൊത്തം കാണിക്കാൻ പറ്റും. സോ അതാണ് 3-bit ഗ്രേ സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ 8-bit ലെവൽസ് ഉണ്ട്, 8-bit ഗ്രേ സ്കെയിൽസ് ഉണ്ട്, 256 ഷെയ്ഡ്സ് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, സോ കറക്റ്റ് ബ്ലാക്ക് ടു വൈറ്റ് ട്രാൻസിഷൻ അബ്രപ്റ്റ് ആയിരിക്കില്ല, സഡൻ ചേഞ്ച് ആയിരിക്കില്ല, സ്ലോലി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഗ്രേ ടു ബ്ലാക്ക് ടു വൈറ്റ് നമുക്ക് കാണിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് വൈറ്റ് ലെവൽസ് കൊണ്ടുവരും. ഇതാണ് ഒരു ഡിഫറെൻറ്റ്, ഇതാണ് പ്യുവർ ആയിട്ടുള്ള ഒരു വൈറ്റ് എന്ന് പറയുന്നത്, പ്യുവർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക്. ഓക്കെ, സോ രണ്ടിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്നസ് ലെവൽ വേരി ചെയ്ത് ഡിഫറെൻറ്റ് ലെവൽസ് നമുക്ക് കാണിക്കാൻ പറ്റും. സോ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് റീപ്രൊഡക്ഷനാണ് നമുക്ക് ഗ്രേ സ്കെയിലിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. സോ ഈ ഇവിടെ മാറുന്നതനുസരിച്ച് വൈറ്റിൻ്റെ പിക്സൽ ഇൻറ്റൻസിറ്റിയും ബ്ലാക്കിൻ്റെ പിക്സൽ ഇൻറ്റൻസിറ്റിയും നമുക്ക് വേരി ചെയ്ത് ഇതുപോലെ ഗ്രേ സ്കെയിൽ ഇമേജിനെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇമേജ് ക്വാളിറ്റി സ്മൂത്ത് ആകും, ബട്ട് മെമ്മറി കൺസംഷൻ കൂടും. ദെൻ കളർ റെപ്രസെൻറ്റേഷനിലേക്ക് വന്ന ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. കളർ ഇൻസർഷൻ ഇൻഫർമേഷൻ 3 പിക്സലിന് ബേസ് ചെയ്തിട്ടാണ്. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ 3 പിക്സൽ ഉപയോഗിച്ചിട്ടാണ്. 3 പിക്സലിൻ്റെ വാല്യൂസും 0 to 255 വരെ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 0 to 255 വേരി ചെയ്യുന്ന ഈ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് 0 to 255 റെഡിൽ നിന്ന് മാത്രമാണെങ്കിൽ റെഡ് കളർ ആയിരിക്കും, ഗ്രീനിൽ നിന്ന് മാത്രമാണെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും, ബ്ലൂ പിക്സൽ മാത്രമാണെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കും, അല്ലെങ്കിൽ റെഡും ബ്ലൂവും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വേറൊരു യെല്ലോ എന്ന് പറയുന്ന കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് കളർ സിഗ്നൽസിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Okay, so each pixel consists of 3 values, red, green and blue, each ranging from 0 to 255. ഇത് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. 8 bits per color. സോ റെഡിന് വേണ്ടിയിട്ട് 0 to 255 മാപ്പ് ചെയ്യാനായിട്ട് 8 ബിറ്റ് വേണ്ടി വരും. അതുപോലെ ഗ്രീൻ 8 ബിറ്റ്, ബ്ലൂവിന് 8 ബിറ്റ്. ടോട്ടൽ ഒരു ട്രൂ കളർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 24 ബിറ്റ്സ് പെർ പിക്സൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. 24 ബിറ്റ്സ് പെർ പിക്സൽ എന്ന് പറയുന്ന മെമ്മറി റിക്വയർമെൻറ്റ് വെരി ഹൈ ആണ്. സോ അത് അവൈലബിൾ. സോ 16.7 മില്യൺ ഡിസ്റ്റിക്റ്റ് കളേഴ്സ് നമുക്ക് 24 ബിറ്റ് കളർ റെപ്രസെൻറ്റേഷനിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് ക്ലാസ്സിൽ. ദെൻ ഫോർ എക്സാമ്പിൾ RGB എൻകോഡിങ് ഫോർ ഡിഫറെൻറ്റ് കളേഴ്സ്. സോ ഈ മെമ്മറി റിക്വയർമെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് RGB വാല്യൂസിനെ എൻകോഡ് ചെയ്യും, കംപ്രസ് ചെയ്തതിന് ശേഷം ആ വാല്യൂ ആയിരിക്കും നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. സോ മെജന്ത ആറിൻ്റെ വാല്യൂ 255, ബ്ലൂവിൻ്റെ വാല്യൂ 255, രണ്ടും കൂടി കൊന്നു കഴിഞ്ഞാൽ വിത്ത് ഗ്രീൻ വാല്യൂ 0 നമുക്ക് മെജന്ത കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഹോട്ട് പിങ്ക്, ഈ കോൺഫിഗറേഷൻ, ഹാർവസ്റ്റ് ഗോൾഡ്. Some modern standards such as HDMI 1.4 support 14-bit color depth. So 24-bit color depthനേക്കാൾ കൂടുതൽ ആയിട്ടുള്ള ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. സോ HDMI 1.4 എന്ന് പറയുന്നത് വേറൊരു സ്റ്റാൻഡേർഡാണ്. അവിടെ 48-bit കളർ ഡെപ്താണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 280 ട്രില്യൺ കളേഴ്സ്. സോ അത്രയും കളർ കോമ്പിനേഷൻസ് നമുക്ക് ഒരൊറ്റ പിക്ചറിൽ, ഒരൊറ്റ ഷെയ്ഡിൽ ഇത്രയും കളർ കോമ്പിനേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ബട്ട് storing such a vast number of colors requires significant memory space. 3 MBയിൽ സ്റ്റോർ ചെയ്യേണ്ട ഒരു ഇമേജ് നമുക്കൊരു 15 MBയിലേക്ക് മാറും. ഈ രീതിയിൽ നമ്മൾ കളർ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ബിറ്റ്സ് പെർ ചാനൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച്. സോ ഒരുപാട് മെമ്മറി അവിടെ നമുക്ക് വേണ്ടി വരും ഒരു പർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, സോ എങ്ങനെയാണ്? സോ നമുക്ക് ആസ് ഇറ്റ് ഈസ് ബിറ്റ്സ് പെർ ലെങ്ത് ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഹൈ ക്വാളിറ്റിയിൽ സൗണ്ട് ഇമേജ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സൈസ് വെച്ചിട്ട് ഇമേജിനെ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു ടെക്നിക്കല്ല. മീൻസ് മെമ്മറി വേസ്റ്റേജ് കൂടുതലാണ്. സോ നമുക്ക് റെഡ്യൂസിങ് സ്റ്റോറേജ് റിക്വയർമെൻറ്റും ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒന്നാണ് കളർ പാരിറ്റി റെപ്രസെൻറ്റേഷൻസ്. കളർ പാരിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സിൻസ് സ്റ്റോറിങ് മില്യൺസ് ഓഫ് കളേഴ്സ് ഫോർ ഈച്ച് പിക്സൽ ഈസ് ഇൻഎഫിഷ്യൻറ്റ്, എ കളർ പാരിറ്റി ക്യാൻ ബി യൂസ്ഡ് ടു ഒപ്റ്റിമൈസ് സ്റ്റോറേജ്. കളർ പാരിറ്റി നമുക്കറിയാവുന്നതാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ 256 അല്ലെങ്കിൽ 512 ഡിഫറെൻറ്റ് കളർ ലെവൽസിലേക്ക് ടോട്ടൽ കളേഴ്സിനെ മാപ്പ് ചെയ്യും. സോ ഏറ്റവും അടുത്തുള്ള കളർ ഏതാണോ റെഡിൻ്റെ തൊട്ട് ചേർന്നുള്ള സ്ലൈറ്റ് റെഡിഷ് ആയിട്ടുള്ള ഇമേജ് വന്നാലും
അതിനെ റെഡിലേക്ക് കാണിക്കും. സോ കളറിൽ അല്പം കോംപ്രമൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു ടെക്നിക്കാണ് കളർ പാലിറ്റി. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോറിംഗ് ദ ഫുൾ RGB values for every pixel, only a limited set of colors, for example 256 colors is predefined in a palette, and each pixel stores only an index referring to a color in the palette. So റെഡിൻ്റെ തന്നെ പല കോമ്പിനേഷൻസ് ഉണ്ട്. റെഡിൻ്റെ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻസിനെല്ലാം അത് പ്യുവർ റെഡ് തന്നെ കാണിക്കും. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഈ രീതിയിൽ കളർ പാലറ്റ് യൂസ് ചെയ്ത് ഡിസ്പ്ലേ കാണിക്കുക എന്ന് പറയുന്നത്. സോ ദീസ് മെത്തേഡ് സിഗ്നിഫിക്കൻ്റ് റെഡ്യൂസസ് സ്റ്റോറേജ് നീഡ്സ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞതുപോലെ 15.7 ബില്യൺസ് കളേഴ്സ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. 256 കളേഴ്സിൽ നമ്മൾ ലിമിറ്റ് ചെയ്ത് ആ കളർ ഉപയോഗിച്ച് ഇമേജിന് റീപ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, യൂസിങ് 8-bit ഇൻഡെക്സ് ഇൻസ്റ്റെഡ് ഓഫ് 24-bit RGB വാല്യൂ, 67% ഓഫ് ദ മെമ്മറി റിക്വയർമെൻറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അത്രയും മെമ്മറി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ 3 MB യിലുള്ള ഒരു ഇമേജിനെ 1 MB ഒരു ഇമേജ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് കളർ ഇൻഡെക്സ് 24-bit RGB റെപ്രസെൻറ്റേഷൻ നിന്ന് 8-bit മെറ്റിലേക്ക് മാറ്റിയാൽ നമുക്ക് 33%ലേക്കുള്ള ഒരു സൈസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 3 MBയെ 1 MB ആയിട്ട് നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ മെമ്മറി സേവ് ചെയ്യേണ്ട മെമ്മറിയുടെ കപ്പാസിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ GIF എന്ന് പറയുന്നത് വേറൊരു സ്റ്റാൻഡേർഡാണ്. ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്. നമ്മൾ യൂസ് ദിസ് ടെക്നിക്. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ കംപ്രഷൻ ടെക്നിക്സ് ഉണ്ട്. റെഡ്യൂസിങ് സ്റ്റോറേജിങ് നീഡ്സിന് വേണ്ടിയിട്ട്. സോ നമ്മളിത് പറഞ്ഞു ഓൾറെഡി. കളർ പാലറ്റ് യൂസ് ചെയ്യും, അതൊരു ടെക്നിക്കാണ്. ദെൻ അടുത്ത വേറൊരു ടെക്നിക്കാണ് ഡാറ്റ കംപ്രഷൻ ടെക്നിക്ക്. റെഡ്യൂസിങ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കംപ്രഷൻ ചെയ്യുന്ന ഡ്യൂ ടു ദ ഹൈ സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ് ഓഫ് സൗണ്ട്, ഇമേജസ് ആൻഡ് വീഡിയോസ്, വേരിയസ് കംപ്രഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ഡാറ്റ സൈസ് വൈൽ പ്രിസർവിങ് ആക്യുറസി. ക്വാളിറ്റിയിൽ അത്രമാത്രം കോംപ്രമൈസ് ചെയ്യാതെ ഡാറ്റയുടെ ക്വാണ്ടിറ്റി, ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കംപ്രഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. That can be applicable for we can apply compression techniques to audio, image and video data. ഈ മൂന്നിനും നമുക്ക് ഈ കംപ്രഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. ക്വാളിറ്റിയിൽ ഒരുപാടൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ഡാറ്റ സൈസ് നമുക്ക് ആവശ്യമായ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പറ്റും. സോ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് സൈസ് ഓഫ് അൺകംപ്രസ്ഡ് ഡാറ്റ ഡിവൈഡ് ബൈ സൈസ് ഓഫ് കംപ്രസ്ഡ് ഡാറ്റ. സോ കംപ്രഷൻ റേഷ്യോ നമുക്ക് കൊടുക്കാൻ പറ്റും. 3 MBയെ 1 MB ആക്കി മാറ്റാം. സോ 3:1 നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഡാറ്റ കംപ്രഷൻ റേഷ്യോ ഒറിജിനൽ 3 സൈസ് ആണ്, ഡിവൈഡ് ബൈ സൈസ് ഓഫ് ദ കംപ്രസ്ഡ് ഡാറ്റ, അതിന് 1 ആക്കാം. സോ 3:1. സോ 3 ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സോ കംപ്രഷൻ റേഷ്യോ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഈ കംപ്രഷൻ തന്നെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. 2 types of compressions. Lossless compression. Lossless compressions and no data is lost. The original can be perfectly reconstructed. അതായത് ഒറിജിനൽ സിഗ്നൽസ് തന്നെ, ഒറിജിനൽ സിഗ്നൽ അങ്ങനെ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കംപ്രഷൻസിൻ്റെ ക്വാളിറ്റി, അതായത് കംപ്രഷൻ വലിയ ഒരുപാട് സേവിങ്സ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സംഹൗ വി ക്യാൻ ട്രൈ ടു റെഡ്യൂസ് 10%, 15% ഒക്കെ നമുക്ക് ഡാറ്റ റിക്വയർമെൻറ്റ്, സ്റ്റോറേജ് റിക്വയർമെൻറ്റ് കുറയ്ക്കാനേ പറ്റുള്ളൂ. ഡാറ്റ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒറിജിനൽ ഡാറ്റ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കംപ്രഷൻ ടെക്നിക്സിനാണ് ലോസ്ലെസ് കംപ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ ലോസി കംപ്രഷൻസ്, അതായത് കംപ്രഷൻ റേഷ്യോ നമുക്ക് കൂടുതലായിരിക്കും, ബട്ട് ഇറ്റ് will adjust the quality of the image or a sound or a video. So quality, original quality ഒരിക്കലും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഒരുപാട് സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് നമുക്ക് മെമ്മറി സേവിങ്സ് ഉപയോഗിക്കാൻ പറ്റും. സോ അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് റൺ ലെങ്ത് എൻകോഡിംഗ് എന്ന് പറയുന്ന അൽഗോരിതം. സോ ഈ ലോസ്ലെസ് കംപ്രഷൻ മെത്തേഡ്. സോ നമുക്കൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ഇങ്ങനെ 255 255 255 00 0 255 255 255 255 then 0 0 0 255 255 നമുക്ക് ഇങ്ങനെയാണ് കണ്ടിന്യൂസ് പിക്സൽസ് ഇരിക്കുന്നത്. സോ ഓക്കെ, സോ 1 2 3 4 1 2 3 ഒരു 4x4 ഇമേജിന് നമ്മൾ സ്റ്റോർ ചെയ്തപ്പോൾ അത് ആ പിക്സൽസ് 16 പിക്സൽസിൻ്റെ വാല്യൂസ് ഇങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കാം. സോ റൺ ലെങ്ത് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്ത് പോകുമ്പോൾ 255 വന്നു, കൗണ്ട് ചെയ്യും 1 2 3. സോ 255, 3 then 0 0 0 മൂന്നെണ്ണം 0 0, 3 പിന്നെ 255ൻ്റെ 4 സോ 255, 4 then 0യുടെ 3 then 255ൻ്റെ 2. സോ ഇതൊരു 4x4 മാത്രമാണ്. നമ്മളൊരു 1024 ഡിവൈഡ് ബൈ 1024 ഇമേജ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ 255 0 മാത്രം വരുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു റെഡ്യൂസ്ഡ് സ്കെയിലിലേക്ക് ഇമേജിനെ ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റും. ഞാൻ തിരിച്ച് റീഡ് ചെയ്യുന്ന സമയത്ത് 255, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 3 പിക്സൽസിലെ 255 വാല്യൂസ് ആണ്. ദെൻ 0, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 പിക്സൽ ലൊക്കേഷൻസിലെ 0 ആണ്. ദെൻ 255, 4 നെക്സ്റ്റ് 4 പിക്സൽസിലെ 255 ആണ് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. ഈ ഒറിജിനൽ സിഗ്നൽസിന് നമുക്ക്
റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഒറിജിനൽ സിഗ്നൽസിലെ 16 ബൈറ്റ്സ് ഡാറ്റ വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ബൈറ്റ്സ് ഡാറ്റ മതിയാവും. അതായത് 16 ബൈറ്റ്സിനെ 10 ബൈറ്റ്സിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഓക്കെ, അറ്റ് സെയിം ടൈം ഒറിജിനൽ സിഗ്നൽസിനെ ഒറിജിനൽ ഇമേജിനെയും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് റൺ ലെങ്ത് എൽഗോരിതം അല്ലെങ്കിൽ എൻകോഡിംഗ് എന്ന് പറയുന്നത്. Sen is a simple lossless technique that replaces repeated values with a pair value and a count, reducing the storage space needed. Then lossy compression techniques and high efficiency for multimedia. Lossless methods പെർഫെക്റ്റ് ക്വാളിറ്റി നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലോ കംപ്രഷൻ വാല്യൂ ആയിരിക്കും, കംപ്രഷൻ റേഷ്യോ ആയിരിക്കും. ലോസി കംപ്രഷൻ സാക്രിഫൈസ് മൈനർ ഡീറ്റെയിൽസ് ഫോർ സിഗ്നിഫിക്കൻറ്റ് സ്റ്റോറേജ് സേവിങ്സ്. അതായത് ചെറിയ ചെറിയ ഡീറ്റെയിൽസിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഓക്കെ, അവോയ്ഡ് ചെയ്തതിന് ശേഷം അതായത് റെഡിൻ്റെ വാല്യൂ 255 ഉണ്ട്, റെഡിൻ്റെ വാല്യൂ 250 ഉണ്ട്. ഓക്കെ, സോ 250യെ 255ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോസി കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 250യെ 255ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യണോ, അതോ 253 വരെ 255 ആക്കണോ, 250 to 255നെ 255ലേക്ക് റൗണ്ട് ചെയ്യണം. ഈ റൗണ്ടിങ് ആണ് ഈ കംപ്രഷൻ റേഷ്യോ ഡിസൈഡ് ചെയ്യുന്നത്. സോ JPEG ആൻഡ് MP3 ആർ ലോസി കംപ്രഷൻ ടെക്നിക്സ്. JPEG ഫോർമാറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരിക്കലും ഒറിജിനൽ ഡാറ്റ, ഒറിജിനൽ ഇമേജ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നത്. അതുപോലെ സൗണ്ട് വേവ് MP3ക്ക് യൂസ് ചെയ്യുന്നത് MPEG-1 എന്ന് പറയുന്നത് ഇതുപോലെ ക്വാളിറ്റി ലോ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ സിഗ്നൽസിനെ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. JPEG can achieve a compression ratio of 10:1 or 20:1 for more efficient than 3:2 lossless techniques. Okay, so നമുക്ക് ഈ കംപ്രഷൻ റേഷ്യോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 10:1 വേണം, 20:1. അതായത് 10 MB ഇമേജിനെ 1 MBയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ 20 MB ഇമേജിനെ 1 MBയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കംപ്രഷൻ റേഷ്യോ ഫിക്സ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി നോക്കിയിട്ട് വേണം നോക്കി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. So computer store next data storage units ആണ്. ഡാറ്റ സ്റ്റോറേജ് യൂണിറ്റ്സിൽ നമുക്ക് ബിറ്റ്സ്, ബൈറ്റ്സ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സോ കമ്പ്യൂട്ടർ സ്റ്റോർസ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻസ് യൂസിങ് ബൈനറി ഡിജിറ്റ്സ് എന്ന് വിളിക്കുന്ന പേരാണ് ബിറ്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. വിച്ച് ആർ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡാറ്റ സ്റ്റോറേജ്. സോ നമ്മൾ മെമ്മറിക്കകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി ലൊക്കേഷനിൽ ഓരോ ബിറ്റ് ഇൻഫർമേഷൻസ് ആണ്, 1 or 0. ഓക്കെ, സോ ബേസിക് യൂണിറ്റ് ഓഫ് എ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിറ്റ് ആണ്. സോ ബിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇമേജ് സൈസിൽ വന്നാൽ ഇത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് വരും. സോ അതിന് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ റിലേഷൻ നമുക്കറിയാം. ബിറ്റും ബൈറ്റിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് 8 ബിറ്റ് കൂടുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ കുറേ നമ്പർ ഓഫ് ബൈറ്റുകൾ കൂടുന്ന അതാണ് നമുക്ക് കിലോ ബൈറ്റ്സ് എന്ന് പറയുന്നത്. കുറേ കിലോ ബൈറ്റ്സുകൾ കൂടുന്നത് നമുക്ക് മെഗാ ബൈറ്റ്സ് ഉണ്ട്, കുറേ മെഗാ ബൈറ്റ്സ് ചേർന്ന് നമുക്ക് ജിഗാ ബൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു റിലേഷൻസ് ആണ്, നമുക്കത് നോക്കാം. So the capacity of a computer's memory and storage device is measured using standardized units of data starting from bits and bytes to larger units like kilobytes, megabytes, gigabytes and beyond. So 1 bit എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ആണ്. എയ്തർ ഇറ്റ് ഈസ് എ 0 or a 1. A bit is the smallest unit of data in a computer and can have one of two possible values, 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്. സോ ഓൾഡൻ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ടെക്നോളജി യൂസ് ചെയ്തിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ ടെക്നോളജി യൂസ് ചെയ്ത് ഇവിടുത്തെ ഡാറ്റയെ നമുക്ക് 0, ഇവിടെ VCC പവർ സപ്ലൈ ഉണ്ടായിരിക്കും. ഈ ഡിവൈസ് ഓൺ ആണെങ്കിൽ ഇവിടെ 0 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. 0 വോൾട്ടേജ് ആണെങ്കിൽ അവിടെ 0 സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് പറയാം. ദെൻ ഈ ഡിവൈസ് ഓഫ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഇല്ല, അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 5 വോൾട്ടേജ് ആയിരിക്കും. 5 വോൾട്ടേജ് ആണെങ്കിൽ നമുക്കതിന് മെമ്മറി 1 ആണെന്ന് പറയാം, അല്ലെങ്കിൽ മെമ്മറി 0 ആണെന്ന് പറയാം, ഇവിടെ മെമ്മറി 1 ആണെന്ന് പറയാം. സോ ഓഫ് ആൻഡ് ഓൺ കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ സ്റ്റേജ് ചെക്ക് ചെയ്ത് ആ സ്റ്റേജിൽ നിന്ന് 1 ആണോ 0 ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഓൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ തിരിച്ചു ആക്കണം, ഡിപ്പെൻസ് ഓൺ ടെക്നോളജി. സോ കമ്പ്യൂട്ടേഴ്സ് യൂസസ് ഡിവൈസസ് ലൈക്ക് ട്രാൻസിസ്റ്റേഴ്സ് ടു റെപ്രസെൻറ്റ് ദി സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോണിക്കലി. സോ നമുക്ക് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാം. മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ഡയറക്ഷനിൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ബൈനറി 0 ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എങ്കിൽ ബൈനറി 1 ആയിരിക്കും. ഓക്കെ, സോ ബൈനറി 0യ്ക്ക് വേണ്ടി ഫോർ എക്സാമ്പിൾ ക്ലോക്ക് വൈസ് കറണ്ട് ഫ്ലോ ആണെങ്കിൽ ബൈനറി 0 സ്റ്റോർ ചെയ്യാം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് ബൈനറി 1 റെപ്രസെൻറ്റ്. സോ ക്ലോക്ക് വൈസിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡായിരിക്കും ബൈനറി 1. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കിയിട്ട് പെർട്ടിക്കുലർ സ്റ്റോറേജ് യൂണിറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 0 ആണോ 1 ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ ബൈനറി 0 ആണെന്ന് ഡിസൈഡ് ചെയ്യാം, ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ ബൈനറി 1 ആണെന്ന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ,
സോ ഇതാണ് ഒരു ഓൾഡൻ ഡേയ്സിലെ കമ്പ്യൂട്ടറിലെ മെമ്മറി ടെക്നിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെമ്മറി ടെക്നോളജി ഇതായിരുന്നു. സിംഗിൾ ട്രാൻസിസ്റ്റർ ആക്സ് ആസ് എ സ്വിച്ച് ദാറ്റ് ക്യാൻ എയ്തർ അലോ ഓർ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എൻകോഡിംഗ് ബൈനറി വാല്യൂ 0 ഓർ 1. ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ദെൻ രണ്ടാമത്തെ മെമ്മറി യൂണിറ്റ് ആണ് ബൈറ്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് സ്റ്റോറേജ് ആണ്. ബൈറ്റ് കൺസിസ്റ്റ് ഓഫ് 8 ബിറ്റ്സ് ഗ്രൂപ്പ് ടുഗദർ ടു റെപ്രസെന്റ് എ സിംഗിൾ ക്യാരക്ടർ ഓഫ് ഡേറ്റ. 8 ബിറ്റ് ചേർന്നിട്ടുള്ളതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ബൈറ്റ് ക്യാൻ സ്റ്റോർ എ ലെറ്റർ, നമ്പർ ഓർ സിമ്പിൾ. എക്സാമ്പിൾ എ, നമുക്കറിയാം എയുടെ ആസ്കി വാല്യൂ 8 ബിറ്റ് ചേർന്നതാണ്. ആ 8 ബിറ്റോടെ കോമ്പിനേഷൻ ആണ്. അത് എ ആണോ ബി ആണോ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയ ഇൻസുലേറ്റ് സിമ്പിൾ ആണോ ഹാഷ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ബൈനറി ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ്. സോ നമ്മൾ ബിറ്റുകൾ പറയുന്നതിന് പകരം അതിനെ ബൈറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ബൈറ്റ് ആണ് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. It can represent 2 power 8 or 256 different values that also we discussed. So here we have a comparison. Since computers handle large amounts of data, we use multiples of bytes to measure storage capacity efficiently. So already അറിയാവുന്നതാണ് 8 ബിറ്റ് ചേരുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ദെൻ കിലോ ബൈറ്റ് ഉണ്ട്, അബ്രിവേഷൻ KB എന്ന് പറയും. 1024 അല്ലെങ്കിൽ 2^10 എന്ന് പറയുന്നതാണ്. 2 × 2 × 2 വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക 1000 അല്ല, 1024 ആണ് കിട്ടുക. സോ 1024 ആണെന്ന് നമ്മൾ അതിനെ കിലോ എന്നാണ് പറയുക, 1000 എന്നാണ് പറയുക. 1000 ആണെങ്കിലും ആക്ച്വലി അത് 1024 ആണ്. അതിൻ്റെ റീസൺ ഇതാണ്. 2^10 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1024 എന്നാണ് അതിൻ്റെ വാല്യൂ വരിക. ഓക്കെ, സോ കിലോ ബൈറ്റ് നമുക്ക് മെമ്മറി സ്റ്റോറേജിന് വേണ്ടി ഒരു നൊട്ടേഷനാണ്, അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ ഒരു നൊട്ടേഷനാണ് KB/s എന്ന് പറയുന്നത്. 1 KB/s എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1024 bytes/second ആണ്. സോ കോമൺ യൂസ് ടെക്സ്റ്റ് ഫയൽസ്, സ്മോൾ ഇമേജ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡാറ്റ പറയുക കിലോ ബൈറ്റ്സിലാണ്. ദെൻ മെഗാബൈറ്റ്സ് കപ്പാസിറ്റി പറയും. 1024 കിലോ ബൈറ്റ്സ് ചേരുന്നതാണ് മെഗാബൈറ്റ്സ് എന്ന് പറയുന്നത്. MP3 ഷോർട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് MB സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ 1024 മെഗാബൈറ്റ്സ് ചേരുമ്പോഴാണ് നമുക്കൊരു ജിഗാബൈറ്റ് കിട്ടുക. ഹാർഡ് ഡിസ്ക് വീഡിയോസ്, ലാർജ് സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ 1024 MB അല്ലെങ്കിൽ 1 GB, 10 GB ആണ് കപ്പാസിറ്റി അല്ലെങ്കിൽ സൈസ് എന്നാണ് പറയാം. ദെൻ 1024 GB ചേരുമ്പോൾ കിട്ടുന്നതാണ് 1 TB. ഹാർഡ് ഡ്രൈവ്സ്, ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ നമുക്ക് ടെറാബൈറ്റ്സിലാണ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുക. ദെൻ പെറ്റാബൈറ്റ് എന്ന് പറയുന്നത് 1024 TB ചേർന്നതാണ് പെറ്റാബൈറ്റ് എന്ന് പറയുന്നത്. ഡാറ്റാ സെൻറ്റേഴ്സ്, ലാർജ് ഡാറ്റാബൈറ്റ്സ് അല്ലെങ്കിൽ ഗൂഗിൾസിൻ്റെ സെർവേഴ്സിൻ്റെ കപ്പാസിറ്റി ഒക്കെ ഈവൻ മോർ ദാൻ പെറ്റാബൈറ്റ്സിലൊക്കെ ആയിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാം. സോ ഡിഫറെൻറ്റ് മെമ്മറി യൂണിറ്റ് അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ് പറയാൻ പറ്റും. ബിറ്റ്, ബൈറ്റ്, കിലോ ബൈറ്റ്സ്, മെഗാബൈറ്റ്സ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിൽ അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ടോപ്പിക്സ് ഇൻ measurement of or memory units in computer storage.